ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ പങ്കുവയ്ക്കാം എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി മാത്സിൻ്റെ വീഡിയോസും മറ്റ് ക്ലാസ്സുകളെല്ലാം വേണമെങ്കിൽ STD3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ മതി, അത് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒത്തുനിൽക്കാം കൂട്ടരെ, നമുക്ക് ഒത്തുനിൽക്കാം കൂട്ടരെ എന്ന കളി കളിക്കാം. അജലിൻ്റെ ക്ലാസ്സിലെ 20 കുട്ടികൾ ഈ കളി കളിച്ചു. കണ്ടോ മക്കളെ, 20 കുട്ടികൾ അവർ കൂട്ടങ്ങളായിട്ട് ഓരോ ഗ്രൂപ്പുകളായിട്ട് അവിടെ നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണുന്നില്ലേ? 5 പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങളായി? 4 ഗുണിക്കണം 5 = 20. അതായത് ആകെ 20 കുട്ടികളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഓരോ കൂട്ടത്തിലും 5 കുട്ടികൾ വീതമാണുള്ളത്. അപ്പോൾ 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5, 4 തവണ 5 കൂട്ടിയാൽ നമുക്ക് 20ലേക്ക് എത്താം അല്ലേ? അത് തന്നെയാണ് കണക്കിൻ്റെ ഭാഷയിൽ 4 ഗുണിക്കണം 5 എന്ന് എഴുതിയിട്ടുള്ളത്. 4 പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങളായി? 4 പേര് വീതമാണെങ്കിൽ 20 വരെ എത്തണമെങ്കിൽ എത്ര 4കൾ കൂട്ടണം? 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം 4, 5 4കൾ കൂട്ടണം അല്ലേ? അപ്പോൾ അത് ഗുണനത്തിൻ്റെ ഭാഷയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണിക്കണം 4 = 20ആയി. ഇനി 2 പേർ വീതമുള്ള കൂട്ടങ്ങളായാലോ? 2 പേർ വീതമുള്ള എത്ര തവണ 2 കൂട്ടിയാലാണ് 20ലേക്ക് എത്താൻ പറ്റുക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 2 പേർ വീതമുള്ള എത്ര ഗ്രൂപ്പുകളാക്കാമെന്ന് കാണാം. 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം അങ്ങനെ കൂട്ടി 10 തവണ 2 കൂട്ടിയാലേ നമുക്ക് 20 ആവുകയുള്ളൂ. അത് തന്നെയാണ് കണക്കിൻ്റെ ഭാഷയിൽ 10 ഗുണിക്കണം 2 = 20 എന്ന് പറഞ്ഞിട്ടുള്ളത്. 20ൽ 5ൻ്റെ 4 കൂട്ടങ്ങളാണുള്ളത്. അതുപോലെ 4ൻ്റെ 5 കൂട്ടങ്ങളാണുള്ളത്. 2ൻ്റെ 10 കൂട്ടങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കൂട്ടങ്ങളായത് ഏത് സംഖ്യ പറഞ്ഞപ്പോഴാണ്? 2 പറഞ്ഞപ്പോഴാണല്ലേ? അപ്പോൾ 10 കൂട്ടങ്ങളാണ് ഉണ്ടായത്. 10 എന്ന് പറഞ്ഞപ്പോഴാണ്, അതായത് 10 എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കുറവ് കൂട്ടങ്ങളാണ് ഉണ്ടായത്. 10 2 തവണ കൂട്ടിയാൽ നമുക്ക് 20ലേക്ക് എത്തിക്കൂടെ? 10 കൂട്ടണം 10 20ആണ്. അപ്പോൾ ആകെ 2 കൂട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 2 ഗുണിക്കണം 10 = 20ആണ്. ആകെ കുട്ടികൾ, കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം, കൂട്ടങ്ങളുടെ എണ്ണം എന്നുള്ള ഒരു ടേബിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആകെ കുട്ടികൾ 20ആണ്. ഒരു കൂട്ടത്തിൽ 5 കുട്ടികളാണെങ്കിൽ നമുക്ക് 4 കൂട്ടങ്ങളാക്കാം. ഇനി ഒരു കൂട്ടത്തിൽ 4 കുട്ടികളാണെങ്കിൽ നമുക്ക് 5 കൂട്ടങ്ങളാക്കാം. ഒരു കൂട്ടത്തിൽ 2 കുട്ടികളാണെങ്കിൽ നമുക്ക് 10 കൂട്ടങ്ങളാക്കാം. ഒരു കൂട്ടത്തിൽ 10 കുട്ടികളാണെങ്കിൽ നമുക്ക് 2 കൂട്ടങ്ങളാക്കാം. ചക്കരമാവ്, സ്കൂൾ മുറ്റത്തെ ചക്കരമാവ് കണ്ടില്ലേ? കാറ്റത്ത് ധാരാളം മാങ്ങ താഴെ വീണു. അജലും കൂട്ടുകാരും മാങ്ങ പെറുക്കിയെടുത്തു. 16 പഴുത്ത മാങ്ങ, 28 പച്ചമാങ്ങ, 36 കണ്ണിമാങ്ങ. അജലിൻ്റെ സ്കൂളിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. ഇനി ചോദ്യം എന്താണ്? പഴുത്ത മാങ്ങകളും പച്ചമാങ്ങകളും 4 ക്ലാസ്സിലേക്ക് തുല്യമായി കൊടുത്തു. അപ്പോൾ പഴുത്ത മാങ്ങകൾ നമുക്ക് കൂട്ടങ്ങളാക്കി നോക്കാം. ആകെ പഴുത്ത മാങ്ങകൾ എത്രയായിരുന്നു മക്കളെ? 16 പഴുത്ത മാങ്ങകളാണല്ലേ ഉള്ളത്. അപ്പോൾ 4 കൂട്ടങ്ങളാ വീതമാണ് ആക്കേണ്ടത്. ഓരോ കൂട്ടത്തിലും എത്ര മാങ്ങകൾ ഉണ്ടെന്ന് എങ്ങനെ കാണാം? 4 ഗ്രൂപ്പുകളിലേക്ക് 4ലേക്ക് എന്ത് ഗുണിച്ചാലാണ്, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 16 കിട്ടുക എന്ന് നോക്കിയാൽ മതി. അഥവാ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണനപ്പട്ടിക നമുക്ക് നോക്കിയാൽ മതി അല്ലേ? 4 ഗുണിക്കണം 4 = 16. അതുകൊണ്ട് ഓരോ ക്ലാസ്സിലേക്കും 4 വീതം മാങ്ങകളായിരിക്കും ഉണ്ടാവുക. ഇനി പച്ചമാങ്ങകൾ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചമാങ്ങകൾ ആകെ 28 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര 4 ഗുണിച്ചാലാണ്, അല്ലെങ്കിൽ എത്ര 4കൾ ചേർന്നാലാണ് 28 ആവുക? 4ൻ്റെ ഗുണനപ്പട്ടിക നോക്കിക്കേ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 7 4കളാണല്ലേ? 7 ഗുണിക്കണം 4 = 28. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും 7 പച്ചമാങ്ങകൾ വീതം ഉണ്ടായിരിക്കും. അഥവാ ഓരോ ഗ്രൂപ്പിലും 7 പച്ചമാങ്ങകൾ വീതം ഉണ്ടായിരിക്കും. ഇനി കണ്ണിമാങ്ങകൾ അജലും 5 കൂട്ടുകാരും കൂടി വീതിച്ചെടുത്തു. ആകെ 36 കണ്ണിമാങ്ങകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അജലും 5 കൂട്ടുകാരും കൂടിയാണ് വീതിച്ചെടുത്തത്. അപ്പോൾ ആകെ 6 കുട്ടികളുണ്ടല്ലേ? അജലൊന്നും പിന്നെ ബാക്കി 5 കൂട്ടുകാരും. അപ്പോൾ ആകെ 6 കുട്ടികളുണ്ട്. അപ്പോൾ 6 എത്ര തവണ ഗുണിച്ചാൽ, അല്ലെങ്കിൽ 6 എത്ര തവണ കൂട്ടിയാൽ 36 ആവും എന്ന് നോക്കിയാൽ മതി. 6 ഗുണിക്കണം 6 = 36. അപ്പോൾ ഓരോ കുട്ടിക്കും 6 കണ്ണിമാങ്ങകൾ വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. നമുക്ക് 6 ഗ്രൂപ്പുകളായിട്ട് 6 ഗ്രൂപ്പിൽ ഓരോ കണ്ണിമാങ്ങ വെച്ച് കൊടുക്കാം. മഞ്ചാടിക്കളി,
കണക്ക് പെട്ടിയിലേക്ക് ആവശ്യമായ മഞ്ചാടികൾ പെറുക്കുന്നതിനായി അജലും കൂട്ടുകാരും സ്കൂൾ മുറ്റത്തെ മഞ്ചാടി മരത്തിനരികിലെത്തി. ഒരു കൂട്ടുകാരി പറയുന്നത് നോക്കൂ, എനിക്ക് 12 എണ്ണം കിട്ടി. ഒരേപോലെ വീതിച്ചാലോ? പാത്രത്തിൽ ആകെ 12 മഞ്ചാടിയുണ്ട്. അഭിനയ ഒരു മഞ്ചാടി വീതം ഓരോരുത്തർക്കും കൊടുത്തു. ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 12-ൽ നിന്നും 4 പേർക്കാണല്ലേ കൊടുത്തത്. അപ്പോൾ 4 പേർക്കും ഓരോന്ന് വീതം കൊടുക്കുമ്പോൾ 12-ൽ നിന്നും 4 പോയി. അതായത് 12 കുറയ്ക്കണം 4 സമം 8 ആയി. ഇനി 2 തവണ കൊടുത്തപ്പോഴോ? അതായത് 8-ൽ നിന്ന് നമ്മൾ 4 പേർക്ക് ഓരോന്ന് വീതം കൊടുത്തു. അപ്പോൾ 8 കുറയ്ക്കണം 4 സമം 4 ആയി. 3 തവണ കൊടുത്തപ്പോഴോ? 4 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. ആ 4 എണ്ണം 4 പേർക്ക് ഓരോരുത്തർക്കായിട്ട് വീതിച്ചു. അപ്പോൾ 4 കുറയ്ക്കണം 4 സമം 0. കണ്ടല്ലോ, ഇപ്പോൾ മഞ്ചാടികളൊന്നും തന്നെ ഇല്ലാതായി. ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി 12 ആണ്. എത്ര പേർക്കാണ് വീതിച്ചത്? 4 പേർക്കാണ്. ഒരാൾക്ക് എത്ര കിട്ടി? 3 ആണ്. അതായത് 3 ഗുണിക്കണം 4 സമം 12. 3 തവണ 4 പേർക്കായിട്ട് വീതിച്ചു. 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും 3 മഞ്ചാടി വീതം കിട്ടും എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതേ 12 മഞ്ചാടി തന്നെ 3 പേർക്ക് തുല്യമായി വീതിച്ചാലോ? അതായത് 12-ൽ നിന്ന് നമ്മൾ ഓരോ തവണ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു. 12 കുറയ്ക്കണം 3 സമം 9 ആയി. പിന്നെ 2 തവണ കൊടുത്തു. അതായത് 9-ൽ നിന്നും വീണ്ടും നമ്മൾ ഓരോന്ന് കൊടുത്തു. അപ്പോൾ 9 കുറയ്ക്കണം 3 സമം 6 ആയി. 3 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 6 കുറയ്ക്കണം 3 സമം 3 ആയി. 4 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് ഇനിയുള്ള 3-ൽ നിന്ന് നമ്മൾ 3 എണ്ണം ഓരോരുത്തർക്ക് കൊടുക്കുന്നു. അപ്പോൾ 3 കുറയ്ക്കണം 3 സമം 0 ആയി. അതായത് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി സമം 12 ആണ്. എത്ര പേർക്കാണ് വീതിച്ചത്? 3 പേർക്കാണ് വീതിച്ചത്. ഒരാൾക്ക് കിട്ടിയ എണ്ണം 4 ആണ്. അപ്പോൾ 4 ഗുണിക്കണം 3 സമം 12 ആണ്. ഇനി 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചാലോ? ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 12 കുറയ്ക്കണം 2 സമം 10 ആണ്. 2 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 10 കുറയ്ക്കണം 2 സമം 8 ആണ്. 3 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 8 കുറയ്ക്കണം 2 സമം 6 ആണ്. 4 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 6 കുറയ്ക്കണം 2 സമം 4 ആണ്. 5 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 4 കുറയ്ക്കണം 2 സമം 2 ആണ്. ഇനി 6 തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് 2 കുറയ്ക്കണം 2 സമം 0 ആണ്. അതായത് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി 12 ആണ്. എത്ര പേർക്കാണ് വീതിച്ചത്? 2 പേർക്കാണ് തുല്യമായി വീതിച്ചത്. ഒരാൾക്ക് കിട്ടിയത് 6 എണ്ണമാണ്. അതായത് കണക്കിൻ്റെ ഭാഷയിൽ എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 2 സമം 12. അതായത് 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഓരോരുത്തർക്കും 6 എണ്ണം വീതം കിട്ടി. 12-നെ ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 3 എണ്ണം ഉണ്ടായിരിക്കും. 12-നെ ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര? ഓരോ കൂട്ടത്തിലും 4 വീതമാണല്ലേ ഉള്ളത്. 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയാലോ? ഓരോ കൂട്ടത്തിലും 6 എണ്ണം. 12-നെ ഒരുപോലുള്ള 2 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 6 എണ്ണം ഉണ്ടായിരിക്കും. 12-നെ 2 തുല്യ ഭാഗമാക്കിയാൽ ഓരോ ഭാഗത്തിലും 6. 12-നെ 2 വിരിച്ചാൽ ഓരോന്നിലും 6. ഇങ്ങനെ പല ഭാഷയിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. 12-നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 എന്നും നമുക്ക് പറയാം. ചിഹ്നം ഉപയോഗിച്ച് നമുക്കതിനെ എങ്ങനെ എഴുതാം? 12 ഹരിക്കണം 2 സമം 6 എന്നെഴുതാം. അപ്പോൾ ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിലായിട്ട് പറയുകയും എഴുതുകയും ചെയ്യാം. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഭാഷയാണ് എന്ത്? ഹരണത്തിൻ്റെ ഭാഷ. 12 ഹരിക്കണം 2 സമം 6. 12 ഹരിക്കണം 2 സമം 6 എന്നതിനെ നമുക്ക് 12 ഭാഗം 2 സമം 6 എന്നും വായിക്കാം. 12-നെ 2 ഭാഗിക്കുന്നു, അപ്പോൾ 6 ആണ് എന്നാണത് ശരിക്കും അതിനുള്ള അർത്ഥം കേട്ടോ. 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 4 എണ്ണം ഉണ്ടായിരിക്കും. നമ്മളത് നേരത്തെ കണ്ടല്ലോ. 12-നെ ഒരുപോലുള്ള 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 4. അതായത് 12-നെ 3 കൊണ്ട് ഹരിച്ചാൽ 4. 12 ഭാഗം 3 സമം 4. കണക്കിൻ്റെ ഭാഷയിൽ നമുക്ക് എഴുതേണ്ടത് 12 ഭാഗം 3 സമം 4 എന്നാണ്. 12 ഹരിക്കണം 3 സമം 4. അത് തന്നെ നമുക്ക് അതായത് നോക്കിക്കേ, ഇവിടെ കിട്ടിയിട്ടുള്ള 3ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് വലിയ സംഖ്യയായിട്ടുള്ള 12 കിട്ടുന്നുണ്ട് അല്ലേ. 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാലോ? 12 ഭാഗം 4 സമം 3 ആണ്. അപ്പോൾ ഇവിടെയും 4 ഗുണിക്കണം 3 ചെയ്താൽ നമുക്ക് 12 കിട്ടുന്നുണ്ട്. 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ 12 ഭാഗം 6 സമം 2 എന്ന് വരും. കണ്ടോ, 12 ഭാഗം 6 സമം 2 എന്ന് എഴുതാം. അതായത് 2 ഗുണിക്കണം 6 സമം 12 ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഓരോന്നും നമുക്ക് പട്ടികയിലേക്ക് എഴുതി നോക്കാം. ആദ്യത്തെ സന്ദർഭത്തിൽ 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചു. അപ്പോൾ അത് ഗണിതക്രിയയിൽ എങ്ങനെ എഴുതാം? 12 എണ്ണത്തിനെ ഒരേപോലെയുള്ള 2 കൂട്ടമാക്കി. ഗണിത രൂപത്തിൽ 12-നെ 2 കൊണ്ട് ഹരിച്ചു. അതായത് 12 ഭാഗം 2 സമം 6.
ഇനി 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായി വീതിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 എണ്ണത്തിനെ ഒരേപോലെയുള്ള 4 കൂട്ടമാക്കി 12നെ 4 കൊണ്ട് ഹരിച്ചു. 12/4 = 3. ഇനി ഗണിതക്രിയയിൽ എന്താണ്? 12 എണ്ണത്തിനെ ഒരേപോലെയുള്ള 3 കൂട്ടമാക്കി എന്നാണല്ലേ. അതായത് 12 മഞ്ചാടി 3 പേർക്ക് തുല്യമായി വീതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗണിത രൂപത്തിൽ നമുക്ക് 12നെ 3 കൊണ്ട് ഹരിച്ചു എന്ന് പറയാം. 12/3 എത്രയാണ്? 4. ഇനി അടുത്ത സന്ദർഭം എന്താണ്? 12 മഞ്ചാടി 6 പേർക്ക് തുല്യമായി വീതിച്ചു. 12 എണ്ണത്തിനെ ഒരേപോലെയുള്ള 6 കൂട്ടമാക്കി. അതായത് 12നെ 6 കൊണ്ട് ഹരിച്ചു. 12/6 2. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പട്ടിക തന്നിട്ടുണ്ട്. പട്ടിക പൂർത്തിയാക്കൂ. സന്ദർഭം 6 മിഠായി 2 പേർക്ക് തുല്യമായി വീതിച്ചു. 6 എണ്ണത്തിനെ ഒരേപോലെയുള്ള 2 കൂട്ടമാക്കി എന്നെഴുതാം. ഗണിത രൂപത്തിൽ 6നെ 2 കൊണ്ട് ഹരിച്ചു. 6/2 3. 16 പെൻസിൽ 4 കുട്ടികൾക്ക് ഒരുപോലെ കൊടുത്തു. അപ്പോൾ 16 എണ്ണത്തിനെ ഒരേപോലെയുള്ള 4 കൂട്ടമാക്കി എന്ന് പറയാം. 16നെ 4 കൊണ്ട് ഹരിച്ചു എന്ന് നമുക്ക് ഗണിത രൂപത്തിൽ എഴുതാം. 16/4 4. 18 പേന 6 പേർക്ക് ഒരേ എണ്ണം വീതം കൊടുത്തു. 18 എണ്ണത്തിനെ ഒരേപോലെയുള്ള 6 കൂട്ടമാക്കി എന്നാണ് നമ്മൾ അതിനെ ഗണിതക്രിയയിൽ എഴുതുന്നത്. 18നെ 6 കൊണ്ട് ഹരിച്ചു. 18/6 3 ഉത്തരം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരെണ്ണം കൂടെ എഴുതാം. 10 മിഠായി 5 പേർക്ക് ഒരേ എണ്ണം വീതം കൊടുത്തു. 10 എണ്ണത്തിനെ ഒരേപോലെയുള്ള 5 കൂട്ടമാക്കി. 10നെ 5 കൊണ്ട് ഹരിച്ചു. 10/5 2. പൂക്കൾ ഉണ്ടാക്കാം. മികവ് ഉത്സവത്തിന് സ്റ്റേജ് അലങ്കരിക്കാൻ പൂക്കൾ ഉണ്ടാക്കുകയാണ് അജലും കൂട്ടുകാരും. 7 വട്ടം വെച്ച് ഒരു പൂവ് ഉണ്ടാക്കണം. അജലിൻ്റെ ഗ്രൂപ്പിന് 21 വട്ടം കിട്ടി. അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം? അതായത് 21നെ 7 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ മക്കളെ. 21/7 എങ്ങനെ കാണാം? 7നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 21 ഉത്തരം കിട്ടുന്നതെന്ന് നോക്കിയാൽ പോരെ. 7ൻ്റെ ഗുണനപ്പട്ടിക ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 3 ഗുണിക്കണം 7 21. അപ്പോൾ അവർക്ക് 3 പൂക്കളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് 21/7 3. 35 വട്ടങ്ങളാണ് അഭിനയയുടെ സംഘത്തിന് കിട്ടിയത്. അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം? 35/7 ചെയ്ത് നോക്കിയാൽ മതി. അതായത് 7നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 35 കിട്ടുക എന്ന് നോക്കുക. 7നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 5 ഗുണിക്കണം 7 35. അപ്പോൾ അവർക്ക് 5 പൂക്കൾ ഉണ്ടാക്കാം. അടുത്തത് 28 വട്ടം കിട്ടിയാൽ എത്ര പൂക്കൾ ഉണ്ടാക്കാം? 28/7 ചെയ്ത് നോക്കിയാൽ മതി. 28/7 എത്രയാണ് മക്കളെ? അത് കാണുന്നതിന് വേണ്ടിയിട്ട് 7ൻ്റെ ഗുണനപ്പട്ടികയിൽ 7നെ എത്ര വെച്ച് ഹരിക്കുമ്പോഴാണ് 28 കിട്ടുക എന്ന് നോക്കിയാൽ മതി. 4 ഉത്തരം. അപ്പോൾ 28/7 4. അഥവാ 4 ഗുണിക്കണം 7 28. പൂക്കളുടെ എണ്ണം. ഇനിയിവിടെ 5 ഗ്രൂപ്പുകളും അവർക്ക് കിട്ടിയ വട്ടത്തിൻ്റെ എണ്ണവും ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ട വട്ടവും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എത്ര എങ്ങനെയാണ് ക്രിയ ചെയ്യുക, അതുപോലെ പൂക്കളുടെ എണ്ണം എത്രയാണ് വരിക എന്ന് എഴുതി കൊടുക്കണേ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിന് 21 വട്ടം കിട്ടി. അപ്പോൾ അവർക്ക് ഒരു പൂ ഉണ്ടാക്കാൻ എല്ലാവർക്കും 7 വട്ടമാണല്ലേ വേണ്ടത്. അപ്പോൾ അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം മക്കളെ? 21/7 ചെയ്ത് നോക്കിയാൽ മതി. അതായത് 7നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 21 കിട്ടുക എന്ന് നോക്കുക. 3 അപ്പോൾ 3 പൂക്കൾ ഉണ്ടാക്കാം. അടുത്ത ഗ്രൂപ്പിന് 35 വട്ടം കിട്ടി. അപ്പോൾ അവർക്ക് 35/7 ചെയ്താൽ മതി. ഇവിടെ 7നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 35 കിട്ടുക എന്ന് നോക്കുക. 5. അപ്പോൾ അവർക്ക് 5 പൂക്കൾ ഉണ്ടാക്കാം. അടുത്ത ഗ്രൂപ്പിന് 28 വട്ടമായിരുന്നു. 28/7 ചെയ്യുക. 28 എപ്പോഴാണ് 7നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 28 കിട്ടുന്നത്? 4 അപ്പോൾ 4 പൂക്കളാണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പിന് 70 വട്ടം കിട്ടി. അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം? 70/7 ചെയ്ത് നോക്കിയാൽ മതി. പൂക്കളുടെ എണ്ണം എത്രയാണ് മക്കളെ? നമുക്ക് 70 എപ്പോഴാണ് 70നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 7നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 70 കിട്ടുക എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാമല്ലേ 10 10 ഗുണിക്കണം 7 70. സോ അവർക്ക് 10 പൂക്കൾ ഉണ്ടാക്കാം. അവസാനത്തെ ഗ്രൂപ്പിന് 14 വട്ടമാണ് കിട്ടിയത്. അപ്പോൾ 14/7 ചെയ്യുക. 7നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 14 കിട്ടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിന് 2 പൂക്കളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 63/7 9 എന്ന ക്രിയയെ ഒരു ചോദ്യമായി എഴുതാമോ? അപ്പോൾ നമുക്ക് ഈ പൂവിൻ്റെ ചോദ്യമായിട്ട് തന്നെ എഴുതാം. ഒരു ഗ്രൂപ്പിന് 63 വട്ടങ്ങളാണ് കിട്ടിയത്. 7 ഇതളുകളുള്ള എത്ര പൂവുകൾ 63 വട്ടം കൊണ്ട് ആ ഗ്രൂപ്പിന് ഉണ്ടാക്കാം? എത്രയാണ് മക്കളെ?
63/7 സമം 9 പൂക്കൾ അവർക്കുണ്ടാക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. എത്ര മുട്ടത്തട്ടുകൾ? അജലിൻ്റെ അച്ഛൻ്റെ കടയിൽ 2 തരം മുട്ടത്തട്ടുകളുണ്ട്. ഒന്നാമത്തേതിൽ 4 മുട്ട വീതവും രണ്ടാമത്തേതിൽ 6 മുട്ട വീതവും വയ്ക്കാം. 24 മുട്ട വയ്ക്കാൻ എത്ര തട്ട് വേണം? 4 മുട്ട വയ്ക്കാവുന്ന തട്ടാണെങ്കിൽ എത്ര എണ്ണം വേണം? 24 ഹരിക്കണം 4 ചെയ്താൽ മതി. അല്ലെങ്കിൽ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുക എന്ന് നോക്കുക അല്ലേ. അപ്പോൾ 4നെ 6 കൊണ്ട് ഗുണിച്ചാലാണ് 6 ഗുണിക്കണം 4 24. സോ 6 മുട്ടത്തട്ടുകൾ വേണ്ടി വരും. ഇനി 6 മുട്ട വയ്ക്കുന്ന തട്ടാണെങ്കിലോ 24 ഹരിക്കണം 6 ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 4 ഗുണിക്കണം 6 24. അതുകൊണ്ട് 4 മുട്ടത്തട്ടുകൾ വേണ്ടി വരും. പട്ടിക നോക്കൂ. 6 ഗുണിക്കണം 4 സമം 24. അതായത് 24നെ 4 കൊണ്ട് ഹരിച്ചാൽ 6ഉം 24നെ 6 കൊണ്ട് ഹരിച്ചാൽ 4ഉം കിട്ടും. മനസ്സിലായോ? 6 ഗുണിക്കണം 4 സമം 24. അവിടെ 3 സംഖ്യകളാണല്ലേ ഉള്ളത്. 1 6, 1 4, 1 24 വലിയ സംഖ്യ. അപ്പോൾ ഈ വലിയ സംഖ്യ കൊണ്ട് ഇതിലേതെങ്കിലും ഒരു സംഖ്യ ഹരിച്ചാൽ നേരെ ഉത്തരം കിട്ടുന്നത് ബാക്കിയുള്ള അടുത്ത സംഖ്യ ആയിരിക്കും. അതായത് 24നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കിയുള്ള 6 ഉത്തരം കിട്ടും. 24നെ 6 കൊണ്ട് ഹരിച്ചാൽ ബാക്കിയുള്ള സംഖ്യയായ 4 ഉത്തരം കിട്ടും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് പൂർത്തിയാക്കി നോക്കാം നമുക്ക്. 7 ഗുണിക്കണം 8 സമം 56. അങ്ങനെയെങ്കിൽ 56നെ 7 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. 56നെ 8 കൊണ്ട് ഹരിച്ചാൽ 7ഉം കിട്ടും. ഇനി 9 ഗുണിക്കണം 4 സമം 36. അങ്ങനെയെങ്കിൽ 36നെ 9 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. അടുത്തത് 6 ഗുണിക്കണം 5 സമം 30. അതായത് 30നെ 6 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6ഉം കിട്ടും. 8 ഗുണിക്കണം 4 സമം 32. എങ്കിൽ 32നെ 8 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. 32നെ 4 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അതുപോലെ തന്നെ 6 ഗുണിക്കണം 3 സമം 18. അതായത് 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. ഇനി 24 ഹരിക്കണം 3 സമം 8. അതായത് 8 ഗുണിക്കണം 3 ചെയ്താലും 24. 3 ഗുണിക്കണം 8 ചെയ്താലും 24. പിന്നെ 9 ഗുണിക്കണം 6 സമം 54. അപ്പോൾ 54 ഹരിക്കണം 6 ചെയ്താൽ 9 കിട്ടും. 54 ഹരിക്കണം 9 സമം 6 കിട്ടും. പിന്നെ 36 ഹരിക്കണം 9 സമം 4. അതായത് 9 ഗുണിക്കണം 4 സമം 36. 4 ഗുണിക്കണം 9 സമം 36. അടുത്തത് 10 ഗുണിക്കണം 2 സമം എത്രയാണ്? 20. അതായത് 20 ഹരിക്കണം 10 സമം 2. 20 ഹരിക്കണം 2 സമം 10. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആക്കി കഴിഞ്ഞാൽ ഉത്തരം തൊട്ടടുത്തുള്ള അതിലുള്ള ആ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുക എന്ന് മനസ്സിലായല്ലോ. അടുക്കളത്തോട്ടം. സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് 45 ചട്ടിയിലായി തൈകൾ കൊണ്ടുവന്നു. 5 വരിയിലായാണ് ചട്ടികൾ വെച്ചത്. എങ്കിൽ ഒരു വരിയിൽ എത്ര ചട്ടികൾ? അത് കാണാൻ 45നെ നമുക്ക് 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി അല്ലേ. അതായത് 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 45 ഉത്തരം കിട്ടുക എന്ന് നോക്കുക. 5നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 45 ഉത്തരം കിട്ടുക. അതായത് 9 ഗുണിക്കണം 5 45. 45 ഹരിക്കണം 5 സമം 9. അഥവാ 9 ഗുണിക്കണം 5 സമം 45. സ്കൂൾ പാർക്കിലെ തീവണ്ടി. അജലിൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ 32 കുട്ടികളുണ്ട്. സ്കൂൾ പാർക്കിലെ തീവണ്ടിയിൽ 4 ബോഗിയാണുള്ളത്. ഓരോ ബോഗിയിലും ഒരേ എണ്ണം കുട്ടികളാണ് കയറുന്നതെങ്കിൽ ഒരു ബോഗിയിൽ എത്ര കുട്ടികൾക്ക് കയറാം? അത് കാണുന്നതിന് വേണ്ടിയിട്ട് 32 ഹരിക്കണം 4 ചെയ്താൽ മതി. അഥവാ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 32 കിട്ടുക എന്ന് നോക്കുക. 4നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 32 കിട്ടുക. 8 ഗുണിക്കണം 4 32. അപ്പോൾ 8 ഉത്തരം. അതായത് 32 ഹരിക്കണം 32 ഹരിക്കണം 4 സമം 8. കളിവണ്ടി. അജലിൻ്റെ ക്ലാസ്സിലെ 18 കുട്ടികൾ പാർക്കിലെ കളിവണ്ടിയിൽ കയറാൻ പോയി. ഒരു വണ്ടിയിൽ 3 പേർക്ക് കയറാം. ഒരേ സമയം എല്ലാവർക്കും കയറണമെങ്കിൽ എത്ര കളിവണ്ടി വേണം? അപ്പോൾ 18 കുട്ടികളാണുള്ളത്. ഒന്നിൽ 3 പേർക്കാണ് കയറാൻ പറ്റുക. അപ്പോൾ 18നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആകെ എത്ര വണ്ടികൾ വേണമെന്ന് കിട്ടില്ലേ? 18 ഹരിക്കണം 3. 18നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് മക്കളെ ഉത്തരം വരുന്നത്? 6 അല്ലേ. അതായത് 6 ഗുണിക്കണം 3 18. അപ്പോൾ 6 ഉത്തരം വരുന്നത്. ഇനി 2 പേർ വീതം കയറുന്ന കളിവണ്ടിയാണെങ്കിലോ? അപ്പോൾ 18 കുട്ടികൾ 2 വീതമാണ് കയറുന്നതെങ്കിൽ 18നെ 2 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 18 ഹരിക്കണം 2 എത്രയാണ്? 2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്? 2നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്. 9 ഗുണിക്കണം 2 അല്ലേ 18. സോ 18 ഹരിക്കണം 2 സമം എത്രയാണ്? 9. കളിച്ച് ജയിക്കൂ.
പേജ് 145 കൊടുത്തിരിക്കുന്ന ഏണിയും പാമ്പും ബോർഡ് നോക്കൂ. ആദ്യം എഴുതിയ കളത്തിൽ നിന്ന് തുടങ്ങണം. ഏണിയിൽ കയറിയും പാമ്പിലിറങ്ങിയും കളിക്കണം. ചില കളങ്ങളിൽ ക്രിയ നൽകിയിട്ടുണ്ട്. ഉത്തരമുള്ള കളങ്ങളിലേക്ക് ബട്ടൺ നീക്കി വയ്ക്കണം. ആദ്യം 100-ലെത്തുന്ന ആളാണ് വിജയി. അപ്പോൾ നിങ്ങൾക്കിത് ക്ലാസ്സിലിരുന്ന് ടീച്ചറുടെ സഹായത്തോടെ കളിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1, എത്ര മിഠായി? 15 മിഠായി 3 കുട്ടികൾക്ക് തുല്യമായി കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും? 15 ഹരിക്കണം 3 ചെയ്താൽ മതി. 15 ഹരിക്കണം 3 സമം 5 ആണ്. അതായത് 5 ഗുണിക്കണം 3 ആണ് 15. അപ്പോൾ 15 ഹരിക്കണം 3 സമം 5 ആണ്. അപ്പോൾ 5 കുട്ടികൾക്കാണ് മിഠായി കിട്ടുക. ചോദ്യം 2, ക്ലാസ്സിലെ ബെഞ്ച്. ഷിയാൻ്റെ ക്ലാസ്സിൽ 28 കുട്ടികളുണ്ട്. ഒരു ബെഞ്ചിൽ 4 പേർ വീതമാണ് ഇരിക്കുന്നത്. ക്ലാസ്സിൽ എത്ര ബെഞ്ചുണ്ട്? അപ്പോൾ 28 ഹരിക്കണം 4 ചെയ്യുക. 28 ഹരിക്കണം 4 സമം എത്രയാണ് മക്കളെ? 28 ഹരിക്കണം 4 സമം 7 ആണ്. അതായത് 7 ഗുണിക്കണം 4 ആണ് 28. അപ്പോൾ 28 ഹരിക്കണം 4 7 ആണ്. അപ്പോൾ 7 ബെഞ്ചുകൾ ഉണ്ട് ക്ലാസ്സിൽ. ചോദ്യം 3, നോട്ടും നാണയവും. ഒരു 50 രൂപ നോട്ട് 5 രൂപ നാണയങ്ങളാക്കി മാറ്റിയാൽ എത്ര നാണയം കിട്ടും? 50 ഹരിക്കണം 5 ചെയ്യുക. സമം 10 നാണയങ്ങളായിരിക്കും കിട്ടുക. 10 രൂപ വീതം എത്ര പേർക്ക് കൊടുക്കാം? അപ്പോൾ 10 നാണയങ്ങളാണ്, 50 രൂപയാണല്ലേ ഉള്ളത്. 50 ഹരിക്കണം 10, 10 രൂപ വീതം കൊടുക്കുകയാണെങ്കിൽ 5 പേർക്ക് കൊടുക്കാം. 50 ഹരിക്കണം 10 സമം 5 ആണ്. അപ്പോൾ 5 പേർക്ക് നമുക്ക് 10ൻ്റെ നാണയങ്ങൾ കൊടുക്കാം. ചോദ്യം 4, വരിയും നിരയും. 81 കുട്ടികളെ വരിയിലും നിരയിലും ഒരേ എണ്ണം വരുന്ന വിധം നിരത്തി. വരിയിൽ എത്ര കുട്ടികൾ, നിരയിൽ എത്ര കുട്ടികൾ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 81 കുട്ടികളാണുള്ളത്. സോ എന്താ ചെയ്യേണ്ട മക്കളെ? വരിയും നിരയും ഒരുപോലെയായെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്ര വരികളും എത്ര നിരകളും, എത്ര വരികളുണ്ടോ അത്ര തന്നെ നിരകളും ഉണ്ട്. അപ്പോൾ ഏതോ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് 81 ഉത്തരം കിട്ടും. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വരിയും നിരയും ഒരുപോലെയാണ്. അപ്പോൾ ഏത് സംഖ്യയാണ്? 9 ആണല്ലേ. 9 ഗുണിക്കണം 9 ആണ് എന്ത്? 81. അപ്പോൾ 9 വരികളും 9 നിരകളും ഉണ്ടായിരിക്കും. ചോദ്യം 5, മാന്ത്രികപ്പെട്ടി. മാന്ത്രികപ്പെട്ടിയിൽ ഏത് സാധനമിട്ടാലും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ഇരട്ടിയോട് 1 കൂടിക്കൊണ്ടിരിക്കും. ഒരു മിഠായി പെട്ടിയിലിട്ട് 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 31 മിഠായി ആയി. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ എത്ര മിഠായി ഉണ്ടായിരുന്നു? എങ്ങനെ മക്കളെ കാണുക? ഒരു മിഠായി ആദ്യം പെട്ടിയിലിട്ടു. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ എത്രയാവും? അത് 1ൻ്റെ ഇരട്ടിയോട് 1 കൂട്ടുക. അതായത് 1ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 1 ഗുണിക്കണം 2 ഗുണിക്കണം 1, 2 ഗുണിക്കണം 1 സമം 2, 2 കൂട്ടണം 1, 3 ആയി. 2 മിനിറ്റ് കഴിയുമ്പോഴോ 2 ഗുണിക്കണം 3 കൂട്ടണം 1, 2 ഗുണിക്കണം 3 6 ആണ്. 6ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 7 ആയി. 3 മിനിറ്റ് കഴിയുമ്പോൾ 7ൻ്റെ ഇരട്ടിയോട് 1 കൂട്ടുക. അതായത് 2 ഗുണിക്കണം 7 കൂട്ടണം 1, 2ലേക്ക് 7 കൂട്ടുമ്പോൾ എത്രയാണ്? ഗുണിക്കുമ്പോൾ 14 ആണ്. 14 കൂട്ടണം 1 15 ആയി. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എത്ര മിഠായി ഉണ്ടായിരുന്നു? 15. ഇനി അത് തന്നെ 4 മിനിറ്റിൽ കറക്റ്റാണോ നോക്കൂ. 15ൻ്റെ ഇരട്ടി 30 ആണ്. 30ലേക്ക് 1 കൂടെ കൂട്ടുന്നു 31. കറക്റ്റാണല്ലേ. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 15 മിഠായികളാണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു എന്താണെന്ന് വെച്ചാൽ ഗുണനപ്പട്ടിക അറിയുന്ന മക്കൾക്ക് എന്തായാലും സിമ്പിളായിട്ട് ഹരണം മനസ്സിലാവും. അപ്പോൾ ഹരണം അറിയാത്തവർ എന്ത് ചെയ്യുക? നിർബന്ധമായും ഗുണനം നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. നമ്മൾ ഓൾറെഡി ഗുണനത്തിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാവേ. താങ്ക്